നമസ്കാരം. ഈ കൊറോണ കാലം കഴിഞ്ഞിട്ട് സിനിമകൾ OTT-ലൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി, തിയേറ്ററിലൊക്കെ ആയിട്ട്. ഞാൻ ജോണി സാറിൻ്റെ ഹൃദയം സിനിമ കണ്ടു. അതിൽ ഭയങ്കര ഏറ്റവും നന്നായത് ആ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ കരയല്ല, ഞാൻ അച്ഛൻ്റെ ഡൈ കണ്ണിൽ വീണിട്ട് എരിഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയാം. നല്ല രസമായിട്ടുള്ള തമാശയായിരുന്നു. അതുപോലെ വിശാൽ ചേട്ടൻ്റെ പേജുകളിൽ ചില ഫോട്ടോസ് ഇട്ടിട്ട് അതിൻ്റെ ക്യാപ്ഷൻ ഇടുന്നുണ്ടല്ലോ, അത് ഗംഭീരമാണ്. റോക്കിംഗ് അല്ലെങ്കിൽ മുഗൾ ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല പോസ്റ്റുകൾ കാണാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഈ കൊറോണയ്ക്ക് ശേഷം ബിസിനസ് പഠിച്ചിരിക്കുക അല്ലേ. യൂട്യൂബ് ആയാലും എല്ലാവരും പുതിയ കാര്യങ്ങൾ പഠിച്ചു. മലയാളികൾ വളരെ രസകരമായി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പല പ്രൊമോഷൻ കോളൊക്കെ വരും. അപ്പോൾ എനിക്കിതുപോലെ ഒരു കോൾ വന്നു. അപ്പോൾ കോൾ വന്നിട്ട് ഹലോ കൃഷ്ണകുമാർ സാറല്ലേ? അതെ. സുഖാണോ സാറേ? ആ സുഖാണ്. അപ്പോൾ അവർ കോൾ കട്ട് ചെയ്തു. ഇതെന്തോ മനസ്സിലാവണില്ല. വീണ്ടും അവർ വിളിക്കുക അടുത്ത ആഴ്ച. സാറേ കൃഷ്ണകുമാർ സാറല്ലേ? അതെ. സുഖാണോ സാറേ? അതെ. അപ്പോൾ കോൾ കട്ട് ചെയ്യും. അവസാനം ഞാൻ തിരിച്ചു വിളിച്ചു ചോദിച്ചോട്ട്, അല്ല നിങ്ങൾ എന്താണ് വിളിച്ചിട്ട് സുഖമാണെന്ന് പറയുമ്പോൾ കട്ട് ചെയ്യണം? സാറേ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൻ്റെ മാർക്കറ്റിംഗ് ടീമാണേ. അപ്പോൾ നിങ്ങൾക്ക് സുഖമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വലിയ റോളൊന്നും ഇല്ലല്ലോ എന്ന്. കാരണം ഇവർക്ക് ബിസിനസ് വേണമെങ്കിൽ അസുഖം വേണമല്ലോ. അപ്പോൾ നമ്മൾ ഇത്തിരി കൂടെ അവരോട് സംസാരിച്ച് ചോദിക്കുക. അതായത് അത് നിങ്ങളുടെ ബിസിനസ് മനസ്സിലായില്ല, എന്താ സംഭവം? സാറേ എളുപ്പമല്ല സാറേ, ടാർഗറ്റാ ഒരു മാസം 10 പേഷ്യൻ്റ് ഉണ്ടാക്കണം. നിസാര പണിയാണോ? ഞങ്ങളിങ്ങനെ വിളിക്കും, ചിലവരോടൊക്കെ ഇങ്ങനെ ചോദിക്കും. മാത്രമല്ല ഈ വെറുതെ വിളിച്ചാൽ പോരാന്നേ. ഇവർ വിളിച്ച് കഴിഞ്ഞിട്ട് ഒരുത്തിന് കണ്ണിന് ഓപ്പറേഷൻ ആണെങ്കിൽ ചെവിയും കൂടെ ഓപ്പറേഷൻ വേണം നമ്മൾ സജസ്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ഭയങ്കര മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര കഷ്ടപ്പാടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ലെവൽ, അസുഖം വരെ അല്ലേ ഒക്കെ മാർക്കറ്റിങ്ങിലേക്ക് പോയി എന്നുള്ളൊരു അവസ്ഥ മനസ്സിലാവും. അപ്പോൾ ഞാൻ പല്ല് പറിക്കാൻ പോയപ്പോൾ ഇതേപോലെ അവിടെയും ഈ കോവിഡ് കാരണം എല്ലാവരും ബിസിനസ് ഡൗൺ ആണല്ലോ. അപ്പോൾ പല്ല് പറിക്കാൻ പോയപ്പോൾ അത്ര 300 രൂപ എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ പല്ല് പറിച്ചോണ്ടെങ്കിൽ ഡോക്ടർ പറയാം അപ്പുറത്ത് നിൽക്കുന്ന 2 പല്ലും കൂടെ പറിച്ചോട്ടെ, ഓഫർ ഉണ്ടെന്ന്. 3 പറയുകയാണെങ്കിൽ 600 രൂപ വന്നാൽ മതിയെന്ന്. അപ്പോൾ എല്ലാവരും ആ ലെവലിലേക്ക് മാറി. ഇനി ഇങ്ങനെ ഉള്ള ഈ ഒരു ബിസിനസ് ട്രെൻഡ് ഇങ്ങനെ നടക്കുമ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ എടുത്തിരിക്കുന്ന ബിസിനസ് എന്താ പറയുക, ഈ കൊറോണ ടൈമിൽ ശ്മശാനം കോൺട്രാക്ട്. ബെസ്റ്റ് ബിസിനസ് അല്ലേ? അപ്പോൾ ഞാനോട് ചോദിച്ചു എങ്ങനെയുണ്ടാ ബിസിനസ്സൊക്കെ എങ്ങനെ പോകണമെന്ന് പറഞ്ഞപ്പോൾ പറയാം നല്ല കൊറോണ സമയത്ത് നല്ല മെച്ചമായിരുന്നു. 1-ാം തരംഗം 2-ാം തരംഗം അങ്ങ് പൊളിച്ചു. ഇപ്പോൾ ഈ വാക്സിനേഷനൊക്കെ വന്നാൽ പിന്നെ ഒരു കച്ചവടങ്ങളായി വല്ലപ്പോഴും ഒന്നും കിട്ടിയാലായിന്ന്. എന്നിട്ട് അവൻ എന്നോട് സംസാരിച്ചിട്ട് പിന്നെ അറിയാലോ വിശേഷങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എന്തുണ്ടാ നിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? പിന്നെ എല്ലാവരും ഉണ്ട്, സുഖമായിരിക്കണോ? പിന്നെ നിന്റെ അച്ചാച്ചനൊക്കെ ഇല്ലടാ, അച്ചാച്ചനും അച്ചമ്മയൊക്കെ? അച്ചാച്ചൻ മരിച്ചടാ. പുള്ളിയുടെ ഒരു അനിയനും ഉണ്ടായിരുന്നില്ലടാ. പുള്ളി ഇപ്പം എങ്ങനെയാണ്, കിടപ്പാണോ? പുള്ളി മരിച്ചിട്ട് വേണം ഇവർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇവൻ ഫുള്ള് സംസാരിക്കുക. അറിയാലോ നമ്മളൊക്കെ അറിയാം, നമ്മൾക്ക് ഉണ്ടായ വിസിറ്റിംഗ് കാർഡാണ് നമ്മൾ കൊടുക്കാം ഇപ്പോൾ കാറിൻ്റെ ബിസിനസ്സുകാരനൊക്കെ. അപ്പം വന്നിട്ട് വീട്ടിൽ വന്ന് സംസാരിക്കും. നമ്മളോടൊന്നല്ല സംസാരം, ഫുള്ള് അച്ചാച്ചനോടാ. അച്ചാച്ചൻ എങ്ങനെ ഇരിക്കണു, സുഖമാണോ? മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, പ്രഷറിനും ശ്വാസം മുട്ടിനൊക്കെ. അച്ചാച്ചൻ ഇങ്ങനെയൊന്നും മരുന്ന് ഇങ്ങനെ ഓവറായിട്ട് കഴിക്കരുത്, ഇംഗ്ലീഷ് മരുന്നൊന്നും, മനസ്സിലായോ? അതൊക്കെ ദോഷമാണ്. ആർക്ക്? ഇവനെ. ഈ പുള്ളി മരുന്ന് വെച്ചാൽ ഇവനാണ് ദോഷം. അങ്ങനെ ഇവൻ്റെ ബിസിനസ് പോവല്ലേ. അങ്ങനെ ഇവൻ വീണ്ടും സംസാരിച്ച് അച്ചാച്ചന് വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുത്തിട്ട് പോവുക. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചേക്കണേന്ന്. അപ്പോൾ എഴുതിക്ക ശാന്തി തീരം ശ്മശാനം, ഡോഡികൾ മൊത്തമായും ചില്ലറയായും കത്തിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതാണ് അവൻ്റെ വിസിറ്റിംഗ് കാർഡ്. ഇതേപോലെ നമുക്കറിയാം പള്ളികളിൽ ഇപ്പോൾ കല്ലറ അങ്ങനെ ആയി തുടങ്ങി അല്ലേ. അതായത് അവർ വന്ന് നമുക്ക് നമ്മുടെ ശവക്കുഴി തീരുമാനിക്കുക ഏതാ വേണ്ടതെന്ന്, അല്ലേ സാറേ? അപ്പോൾ ഇവർ വന്നിട്ട് പുതിയതായിട്ടുള്ള പള്ളിയിൽ നിന്ന് വന്നിട്ട് സംസാരിക്കുക. എൻ്റെ പാപ്പച്ചേട്ടാ നല്ലൊരു അടിപൊളി ഐറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുക എന്ത് സംഭവമാണ്. പുതിയ ഗ്രാനൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ഫുൾ അടിപൊളി കല്ലറ, 2.5 ലക്ഷം ഉള്ളത് സാധനം. കഴിഞ്ഞ വർഷം 1.5 ലക്ഷം ആയിരുന്നു. ഇപ്പോൾ കൂടി ഒറ്റ കൊല്ലം കൊണ്ട് 2 കൊല്ലം കഴിഞ്ഞാൽ 5 ആവേ. ആ സമയത്ത് കിട്ടില്ല സാധനം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മാർക്കറ്റിങ്ങാണ്. അപ്പോൾ പുള്ളി എന്താ വേണ്ട അതൊന്നും വേണ്ട, അത്ര പൈസക്കൊന്നും പോകണ്ട. ഇതങ്ങനെയല്ല, ഫുൾ സൗകര്യങ്ങളുള്ള അടിപൊളി സംഭവമാണ്. നല്ല വിശാലമായ ഒരു ഫ്ലാറ്റ് വിൽക്കാൻ വന്ന പോലെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അറ്റാച്ച്ഡ് ബാത്റൂം, സ്വിമ്മിംഗ് പൂള്, ബാൽക്കണി എന്നൊക്കെ രീതിയിലാണ് പുള്ളി പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വേണ്ടടാ, 2.5 ലക്ഷത്തിനൊക്കെ ഈ കല്ലറ മേടിക്കുക പറഞ്ഞാൽ നഷ്ടം. നീ വല്ല ചെറുത് വല്ലതും ഉണ്ടോ, വല്ല കുറഞ്ഞ ഐറ്റത്തിന്? പിന്നെ 50,000 രൂപയൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ 3 കൊല്ലം കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വേറെ ഓടി വയ്ക്കും. നമുക്ക് പറയാൻ പറ്റും എങ്ങനെയുള്ള ആളാണ്, എത്രക്കാരനാണെന്നൊക്കെ പറയാൻ പറ്റുമോ? ഇതിൻ്റെ മുകളിൽ വയ്ക്കുന്ന ആൾ എത്രക്കാരനാണെന്ന് പറയാൻ പറ്റുമോ? അതിൻ്റെ മുകളിൽ 3 കൊല്ലം കൊണ്ട് വീണ്ടും അടുത്ത ബോഡി വരും. അത് അറിയാലോ, 1-ന്റെ മുകളിൽ 2, 3. അപ്പോൾ ഈ കേൾക്കുന്ന ആൾക്കൊരു അസ്വസ്ഥതല്ലേ? ശരിയല്ലേ? ശരി, നമ്മൾ മരിച്ചു പോകണം, മരിച്ചു കിടക്കണമെങ്കിലും കൂട്ടത്തിൽ ജീവനുള്ള പാരോ കിടക്കുന്ന ഒരു ഫീൽ. അതെ, പുള്ളി പറയും ശരിയാ, ഒരു അസ്വസ്ഥതയൊക്കെ. 3-മതൊരാള് അയാൾ എത്രക്കാരനാണെന്ന് അറിയില്ല, വല്ല കള്ളും കഞ്ചാവും ആണോ, ഒരു സുഖമില്ല എന്നൊക്കെ. പിന്നെ പുള്ളി പറയാം പിന്നെ മഴക്കാലൊക്കെയാണ്, അതിന് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഈ വേനൽക്കാലത്തൊക്കെ 1, 2, 3 ആളൊക്കെ ആയിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ പുള്ളിക്കാരന് മൊത്തത്തിൽ ഈ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ മരിച്ച അവസ്ഥ ആലോചിച്ചിട്ട് എന്നാൽ പിന്നെ ഒരു 2.5 എടുത്തേക്ക് നിന്ന്. അപ്പോൾ അതും കഴിഞ്ഞ് ഇങ്ങനെ ഓരോ തരത്തിൽ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യണം. ഇപ്പോൾ ഇനി ഈ കല്ലറയുടെ വിട്ടിട്ട് പിന്നെ ഈ കുരിശ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പള്ളി ചെന്ന് പറഞ്ഞാലേ ഇപ്പോൾ അവിടെ കൈക്കാരുണ്ടാവും, പള്ളിയിൽ അച്ഛനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പോയിട്ട് അച്ഛോ നമ്മുടെ അമ്മാമ്മ മരിച്ചു, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു കുരിശ് തന്നേക്കും. അപ്പോൾ കുരിശിന് ഇപ്പോൾ കാറ്റഗറികളുണ്ട്.
സ്റ്റീലിന്റെ കുരിശുണ്ട്, വെള്ളിയുടെ കുരിശുണ്ട്, സ്വർണത്തിന്റെ കുരിശുണ്ട്. പിന്നെ ഓരോന്നിനും ഓരോ റേറ്റുകളാണ്. അപ്പോൾ പുള്ളി അമ്മാമി മരിച്ചല്ലേ, അപ്പോൾ ഗംഭീരം ആയിക്കോട്ടെ, അടിപൊളി. ഇപ്പൊ സ്റ്റീലിന്റെ ഒക്കെ ആണെങ്കിൽ 1500 മതി മണിക്കൂറിന്. ഇത്തിരി പിച്ചളടി ഉണ്ട്, അതൊരു 2500. സ്വർണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് 4000 രൂപ മണിക്കൂറിന്. അമ്മാമയല്ലേ, അപ്പൊ ഗംഭീരം ആയിക്കോട്ടെ. അപ്പോൾ 4000 എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവന് കയ്യിൽ നിന്ന് പോയി ഇത്ര പൈസ ഉള്ളു. അപ്പോൾ അമ്മാമയാണ്, പക്ഷെ അത്ര അടുത്ത അമ്മാമയല്ല, മരത്തിന്റെ വല്ല കുരിശുണ്ടോന്ന്. അത് ഇത്ര എക്സ്പെൻസീവ് ആയതുകൊണ്ട് അത് ചിന്തിക്കാൻ പറ്റില്ല. ഇനി ഇതേപോലെ ഇപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇവരുടെയൊക്കെ നമ്മളവരെ കളിയാക്കാൻ പാടില്ല, അവരുടെ ജോലിയും ബിസിനസ് അതാണ്. ഇതേപോലെ ഒരു വിഭാഗം കൂടി ഉണ്ട്, നമ്മുടെ ഇൻഷുറൻസുകാരൻ. നമ്മുടെ വേറെ ആഘോഷങ്ങളെ കുറിച്ചൊന്നുമല്ല നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അവരെപ്പോഴും പറയണ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് മരിച്ചതിനെ പറ്റി പറയില്ല, മരണശേഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ വന്ന് സംസാരിക്കുക. അപ്പോൾ നമ്മൾ തുടക്കം തന്നെ അവർ വന്നിരുന്ന ഇപ്പോൾ രമേശ് ചേട്ടനോട് സംസാരിക്കുകയാണ്. രമേശ് ചേട്ടൻ ഇൻഷുറൻസ് ചേർത്താൻ വന്ന ആൾ ആദ്യം തന്നെ സംസാരിക്കാൻ പറയും, ചേട്ടൻ ഇപ്പോൾ എത്ര വയസ്സായി എന്ന് ചോദിക്കുക. അത് കഴിഞ്ഞ ഉടനെ ഇപ്പോൾ ചേട്ടൻ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്, ഫാമിലിയൊക്കെ നന്നായിട്ട് പോകണം. ചേട്ടൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ അതെ നമ്മൾ ഒരു 10,000 രൂപയുടെ സ്കീം ചേർന്നിട്ട് ഇരിക്കുകയാണ് വിചാരിക്കുക. ചേട്ടൻ വെറുതെ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ബൈക്കൊന്നും തട്ടി, അല്ലെങ്കിൽ വെറുതെ സ്റ്റെപ്പൊന്നും വീണു, കാലൊന്നും ഒടിഞ്ഞു, 5 ലക്ഷം രൂപ കിട്ടുക. പുളിക്കോ? ഇനി ഭാഗ്യവശാൽ വീണപ്പോൾ 2 കാലം ഒടിഞ്ഞു വിചാരിക്കുക, 15 ലക്ഷം കിട്ടാൻ പോണു. 15 ലക്ഷം. ഇനി ഇതൊന്നും അല്ല, ചേട്ടൻ റോഡ് അങ്ങ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടി വന്നൊരു പാണ്ടിലോറിടിച്ച് കൈയും കാലും കംപ്ലീറ്റ് വാങ്ങി ഒറ്റ കോടിയാ. പുളിക്കോ? പിന്നെ ആരാ ചേട്ടന്ന്? ഈ മരിച്ചു കിടക്കണ ആളുടെ അവസ്ഥ എന്ന് പറയും, പിന്നെ ആരാ ചേട്ടൻ? അപ്പം ഇങ്ങനെ എന്താ പറയുക, കുറേ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കുറേ സംഭവങ്ങൾ. ഇതിൽ എനിക്ക് ഓർമ്മ വന്ന് വേറെ ഒരു സിനിമ നമുക്കൊക്കെ ഇഷ്ടമാണ്. ജോണി സാർ ഇരിക്കുമ്പോഴും രമേശ് ചേട്ടൻ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ഡയറക്ടറൊക്കെ കാണുമ്പോൾ നമ്മളെപ്പോഴും പറയാം, ചേട്ടാ സാറേ ഒരു ചാൻസ് തന്നേക്കണേന്നൊക്കെ എപ്പോഴും പറയും. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ 99% പേര് മനസ്സിന് സിനിമയാണ്. എപ്പോഴും പറഞ്ഞ് സിനിമയിലേക്ക് എത്തും. അപ്പോൾ ഇതുപോലെ കൂട്ടുകാരൻ്റെ അച്ഛൻ മരിച്ചിരിക്കുമ്പോൾ ഭയങ്കര സിനിമാ ഭ്രാന്തനാണ്. അപ്പോൾ നമുക്കറിയാം, മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു നീല ടാർപ്പായ കസേര സെറ്റപ്പൊക്കെ ആയിട്ട് അതിൽ മകൻ ഒരു തോർത്തൊക്കെ ഇട്ട് അല്ലേ മുറ്റത്തും കിട്ടും. അപ്പം മകനോടാണ് ചോദിക്കെല്ലാവരും, എടാ എന്തുണ്ടായത്, അച്ഛൻ എന്താ പറ്റിയെന്ന് ചോദിക്കില്ല. അപ്പം ഇവൻ സിനിമാ ഭ്രാന്തനാണല്ലോ. ഇവൻ തുടങ്ങി അച്ഛൻ്റെ കാര്യം അറിയാലോ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, സുഖമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞത്, നീ സുമേഷ് പെട്ടെന്ന് വാ, അച്ഛന് സുഖമില്ല പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ അച്ഛനെ ഇഷ്ടപ്പെട്ട് ആശുപത്രി പോയി ICUയിൽ കയറ്റി. അച്ഛൻ പറഞ്ഞു ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുമ്പോൾ പിന്നെ അച്ഛന് കുറവായി, തിരിച്ചു വന്ന് ബാഡിലേക്ക് മാറ്റി. അങ്ങനെ ഇരിക്കുമ്പോൾ തിരിച്ച് കുറേ അച്ഛൻ സംസാരിക്കാൻ തുടങ്ങി, ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ അതൊക്കെ ഒന്നൊരു സിനിമ കാണാമെന്ന് വെച്ചിട്ട് ഞാൻ പുലിമുരുകൻ കാണാം. അതിൽ ആ പുലിമുരുകനിൽ മറ്റേ ആ സീനിലേക്ക് ശരിക്കും ആ വില്ലനൊക്കെ മാറ്റണം. ആ പുലി ഇങ്ങനെ ഒന്ന് ചാടുന്നത്, അമ്പയണത്, ഷൂല്, പിന്നെ ഫുള്ള് മരണക്കേസ് കിട്ടും. ഫുള്ള് പുലിമുരുകൻ്റെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ എന്താ സത്യത്തിൽ ഇപ്പം നമ്മൾ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നും ഇത് മരണം ഫുൾ നെഗറ്റീവ് ആണല്ലോ അല്ലേ, ഫുൾ മരണം നെഗറ്റീവ് പറഞ്ഞു. പക്ഷേ ഈ കാലഘട്ടത്തിൽ പോസിറ്റീവ് ആവണേക്ക് നല്ലൊരു നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ താങ്ക് യു സർ. കൃഷ്ണകുമാറേ, വളരെ നന്നായിരുന്നു. അതായത് കൃഷ്ണകുമാറിന് പണി അറിയാം, കൃഷ്ണകുമാറിന് ആളുകളെ എങ്ങനെ കയ്യിലെടുക്കണമെന്ന് അറിയാം. ഫൈനാൻസ് നടത്തിയിട്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ? ഇല്ല. എല്ലാ കാശും കിട്ടിയിട്ടില്ലേ? അതാണ് എവിടെ ചെന്നാലും ജീവിക്കും. കാരണം ഒരിടത്ത് പോലും ഡ്രോപ്പ് ആകാതെ ഇനി അല്പം ഡ്രോപ്പ് ആകാൻ സാധ്യതയുള്ളതിന് നിങ്ങളുടേതായ ഒരു ശൈലിയിൽ അതിനൊരു ഹൈപ്പൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. നിങ്ങൾ നല്ലൊരു വാഗ്മിയുണ്ട്, ഒരു നല്ല പ്രാസംഗികനുണ്ട്, എല്ലാ കഴിവുണ്ട് നിങ്ങൾക്ക്. അത്യാവശ്യം നന്നായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഇത് കുറിച്ച് വെച്ചോ, ഞാൻ പറഞ്ഞ 4 വ്യത്യാസം ഉണ്ടോന്ന് നോക്കിയോ? താങ്ക് യു സോ മച്ച്. കൃഷ്ണകുമാറെ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ തമാശ ഉണ്ടാക്കാൻ സ്ഥലം അന്വേഷിക്കുന്ന ആളുകൾ സ്ഥിരം ഓടിച്ചെന്ന് കയറുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അവിടുന്ന് എളുപ്പത്തിൽ തമാശ കിട്ടും. ഈ വെള്ളം കിട്ടാൻ സാധ്യതയുള്ളിടത്ത് കിണർ ഒഴിക്കുന്ന പോലെയാണ് നമ്മൾ. പക്ഷെ നിങ്ങൾ ചെന്ന് പിടിക്കുന്ന സ്ഥലം പെട്ടെന്ന് നമുക്ക് തമാശ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു ഏരിയ ചെന്ന് പിടിച്ചിട്ടാണ് നിങ്ങൾ ഒരുപാട് തമാശകൾ പറഞ്ഞിട്ടിരിക്കുന്നത്. നമ്മൾ ഈ ബിസിനസിന്റെ ഒരു ആധിക്യം എല്ലാത്തിലും. നമ്മൾ പണ്ട് പറയുമായിരുന്നു മരിച്ചാൽ തീർന്നു, അതുവരെയുള്ള കളിയല്ലേ ഉള്ളൂ എന്ന് പറയുമായിരുന്നു. ഇന്ന് അവിടെയല്ല, മരിച്ചാലും പിന്നെയും അവിടെ നിന്നൊരു സെറ്റ് ഓഫ് ബിസിനസ് വേറെ കിടക്കുകയാണ്. അതിന്റെ ലൈവ് അടക്കം FBയിൽ ലൈവായിട്ട് വിടാനും യൂട്യൂബിൽ ഇത് ലൈവായിട്ട് വിടാനും അങ്ങനെയൊക്കെ ഇതിന്റെ പലതരത്തിൽപ്പെട്ട ആളുകൾ എല്ലാ ചടങ്ങുകളിലും ബിസിനസ്സായിട്ട് വന്നു തുടങ്ങി. ആ ഒരു പ്രദേശത്ത് ചെന്ന് ലാൻഡ് ചെയ്ത് അവിടുന്ന് കുറെ തമാശകൾ കൊണ്ടുവന്നു. വളരെ ഗംഭീരമായിരുന്നു അതിന്റെ പ്രകടനങ്ങളെല്ലാം കേട്ടോ. എന്തായാലും കലക്കി, എല്ലാം കൊണ്ടും നല്ല കമന്റ്സും ആണ് ലഭിച്ചത്. ഓൾ ദി ബെസ്റ്റ്. വീണ്ടും വരണം. തീർച്ചയായും. വിശപ്പില്ലേ കാച്ചിയ പാലിത തൂവെള്ളിക്കിണ്ണത്തിൽ തേൻകുഴമ്പും. ഉച്ചയ്ക്ക് കിട്ടാൻ പോകുന്ന ഉപ്പുമാവ് സ്വപ്നം കാണുന്ന കുട്ടികൾക്ക് മുമ്പിൽ അതൊരു ക്രൂരതയായിരുന്നു. ശ്രീ കലാഭവൻ ജിൻഡോ ആബേലച്ചൻ എന്ന അതുല്യ വ്യക്തിത്വത്തിനോടൊപ്പം ഒരുപാട് വർഷം നിൽക്കുന്നു. പോലീസ് സ്റ്റേഷനല്ലേ? നിങ്ങൾ അന്വേഷിക്കുന്ന കൊടും കുറ്റവാളി നമ്മുടെ ഈ ഫണ്ട്സ് അപ്പോൺ ടൈമിന്റെ ഷൂട്ട് കിടക്കുന്ന ഫ്ലോറിലുണ്ട്. അവര് വന്നു കഴിഞ്ഞാൽ ഒറ്റ വെടിക്ക് കൊന്നുകളയും.